നമസ്കാരം. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പരാതികളുടെയും പരിഭവങ്ങളുടെയും പ്രളയവുമായി പ്രതിപക്ഷവും മറ്റു പാർട്ടികളും. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വിമർശനവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്തു വന്നത്. ദീർഘനാളത്തെ വോട്ടെടുപ്പ് പ്രക്രിയ BJPക്ക് ഗുണകരമാണ് എന്നാണ് ചില പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള അവസാന അവസരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പറയുന്നു. തെരഞ്ഞെടുപ്പ് 1-2 ഘട്ടമായി നടത്തണമെന്ന പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ നിർദ്ദേശം കമ്മീഷൻ കണക്കിലെടുത്തില്ലെന്ന് തൃണമൂൽ കുറ്റപ്പെടുത്തി. 44 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ 4 മാസം നീണ്ട 51-ലെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രണ്ടാമത്തെ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത്. 3-4 ഘട്ടമായി വോട്ടെടുപ്പ് തീർക്കാമായിരുന്നു എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടു. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാൽ പ്രധാനമന്ത്രിക്ക് എല്ലായിടത്തും എത്തണം, അവിടെയൊക്കെ സന്ദർശനം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. ഞാൻ 12ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം 4 ഘട്ടത്തിലേറെ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അത് ഒറ്റഘട്ടമായിരുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് ഇന്നലെ മുതൽ വികസന പദ്ധതികളെല്ലാം സ്തംഭിക്കും. 70-80 ദിവസം ഇത് സംഭവിക്കുക എന്നാൽ രാജ്യം എങ്ങനെ പുരോഗമിക്കും? ഇത് നന്നല്ല, 3-4 ഘട്ടത്തിൽ പൂർത്തിയാക്കാമായിരുന്നു എന്നും മല്ലികാർജ്ജുൻ ഖാർഗെ കൂട്ടിച്ചേർത്തു. നാഴികക്കല്ലാവുന്ന ഈ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ബോണ്ട് കോഴയുടെ നിഴലിലും പ്രതിപക്ഷ പാർട്ടി ഓഫീസുകളുടെ റെയ്ഡുകളിലും തടവിലാക്കലുകളിലും പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കലും അടക്കം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. ജൂൺ 4 വരെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നതിനെക്കുറിച്ചാണ് DMK വക്താവ് TKS ഇളങ്കോവൻ ആശങ്ക പ്രകടിപ്പിച്ചത്. അതിനുവേണ്ടി പാർട്ടി തയ്യാറെടുക്കേണ്ടി വരുമെന്നും ഖേര പറഞ്ഞു. 7 റൗണ്ട് തെരഞ്ഞെടുപ്പ് പോക്കറ്റിൽ കനമുള്ള പാർട്ടികളെ സഹായിക്കുന്നതിനാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 8 ഘട്ടങ്ങളിലായി നടത്തിയത് കോവിഡ് കാരണമായിരുന്നു. ഇപ്പോൾ എന്താണ് 7 ഘട്ടങ്ങളിലായി നടത്താനുള്ള കാരണം? സാധുവായ കാരണങ്ങളൊന്നുമില്ല എന്ന് തൃണമൂൽ രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റേ പറഞ്ഞു. അതേസമയം തൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. മുംബൈയിലെ റാലിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങളിലായി നടത്തുന്നത് എന്തിനെന്ന് NCP നേതാവ് ശരത് പവാർ ചോദിച്ചു. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത് വിശ്വാസികൾക്ക് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നേരത്തെ രംഗത്ത് വന്നിരുന്നു. വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും ഇത് അസൗകര്യം സൃഷ്ടിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഇക്കാര്യം അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഇസ്ലാം മത വിശ്വാസികൾ പള്ളികളിൽ ഒത്തുചേരുന്ന ജുമാ ദിവസമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ഈ ദിവസം തന്നെ വോട്ടെടുപ്പിന് തെരഞ്ഞെടുത്തത് പ്രയാസമുണ്ടാക്കും. വോട്ടെടുപ്പ് ദിവസം മുഴുവൻ സമയം ബൂത്തിലും പുറത്തും ചെലവഴിക്കേണ്ട സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഈ സമയത്ത് അസൗകര്യം അനുഭവിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏപ്രിൽ 26-ന് നടത്താൻ നിശ്ചയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കണമെന്ന് സമസ്തയും ആവശ്യപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം സമുദായത്തിന് ഏറെ പുണ്യമുള്ള ജുമാ നിസ്കാരം നിർവഹിക്കേണ്ട ദിവസമാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സംഘം ചേർന്ന് നിർവഹിക്കേണ്ട ആരാധനയാണ് ജുമാ. വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് ഏറെ പ്രയാസങ്ങളുണ്ടാക്കും. മാത്രമല്ല പോളിംഗിനെയും ഇത് സാരമായി ബാധിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് സമസ്ത ലീഗ് നേതാക്കൾ ആവർത്തിച്ചു.